ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 24 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ന്യൂസ്, Balraj Panwar secures India's first Paris Olympics quota in rowing in men's single scull event of 2024 World Asian and Oceanian Olympic and Paralympic മത്സരത്തിൽ ബൽരാജ് പാൻവാർ ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻ പാരീസ് ഒളിമ്പിക്സ് ക്വാട്ടയിൽ വന്നിരിക്കുന്നത്, സെക്യൂർ ചെയ്തിരിക്കുന്നത് റോവിങ്ങിൻ്റെ കാര്യത്തിൽ. റോവിങ് എന്നുള്ള സ്പോർട്ടിൽ ഇൻ മെൻ സിംഗിൾ സ്കൾ ഇവൻ്റ് ഓഫ് 2024 വേൾഡ് ഏഷ്യൻ ഒളിമ്പിക്സ് ആണ്. വേൾഡ് ഏഷ്യൻ ആൻഡ് ഓഷ്യാനിക് ഒളിമ്പിക് ആൻഡ് പാരാളിമ്പിക് ക്വാളിഫിക്കേഷൻ നടക്കുന്നത് സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നേടിയിരിക്കുന്നത് ബൽരാജ് പാൻവാർ ആണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. AFMS ആൻഡ് IIT ഡൽഹി സൈൻ MOU ഫോർ കൊളാബറേറ്റീവ് റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ കൊളാബറേറ്റീവ് റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് AFMSഉം IIT ഡൽഹിയും കൂടി ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. DARPG signs MOU of Memorandum of Understanding with the Ministry of Civil Service Cambodia on a cooperation in the field of human resource. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് ഗ്രീവൻസസ് ആണ് ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ സർവീസ് കംബോഡിയ ആയിട്ട് ഓൺ ദ കോപ്പറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഇതിലുള്ള കോപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. കോഗ്നിസൻറ്റ് ആൻഡ് മൈക്രോസോഫ്റ്റ് അനൗൺസ് പാർട്ട്ണർഷിപ്പ് ടു എക്സ്പാൻഡ് അഡോപ്ഷൻ ഓഫ് ജെൻ AI. അപ്പോൾ കോഗ്നിസൻറ്റും മൈക്രോസോഫ്റ്റും അനൗൺസ് ചെയ്തിരിക്കുകയാണ് പാർട്ട്ണർഷിപ്പ് ടു എക്സ്പാൻഡ് അഡോപ്ഷൻ ഓഫ് ജനറേഷൻ AI ആണ്. അതിന് വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതായത് കോഗ്നിസൻറ്റും മൈക്രോസോഫ്റ്റിൻ്റെ കൊളാബറേഷനാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻ AIയുടെ അഡോപ്ഷന് വേണ്ടിയിട്ടുള്ള അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാസ്ഡാക്ക് ലിസ്റ്റഡ് IT സർവീസസ് ഫേം കോഗ്നിസൻറ്റ് ആൻഡ് മൈക്രോസോഫ്റ്റ് അനൗൺസ്ഡ് ആൻ എക്സ്പാൻഡഡ് പാർട്ട്ണർഷിപ്പ് ടു ഡ്രൈവ് ദ അഡോപ്ഷൻ ഓഫ് ജനറേറ്റീവ് AI among enterprises. As part of the partnership, Cognizant purchased 25,000 Microsoft 365 co-pilot seats for Cognizant Associates. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പൈൻ ലാബ്സ് സേതു നെയിംസ് ഫോർമർ SAP ഇന്ത്യ എക്സിക്യൂട്ടീവ് റായ് സിംഗാനി ആസ് ഇറ്റ് CEO. അപ്പോൾ പൈൻ ലാബ്സിൻ്റെ സേതു നെയിം ചെയ്തിരിക്കുകയാണ്. ഫോർമർ SAP ഇന്ത്യ എക്സിക്യൂട്ടീവ് റായ് സിംഗാനിയെ CEO ആയിട്ട് നെയിം ചെയ്തിരിക്കുകയാണ് പൈൻ ലാബ്സ് സേതു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈൻ ലാബ്സ് ഓൺഡ് API ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സേതു അപ്പോയിൻറ്റഡ് ആനന്ദ് റായ് സിംഗാനിയുടെ ഫുൾ നെയിമാണ് ആനന്ദ് റായ് സിംഗാനി ആസ് കമ്പനീസ് ന്യൂ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI ഡിക്ലൈൻസ് അന്നപൂർണ ഫിനാൻസ് യൂണിവേഴ്സൽ ബാങ്ക് റിക്വസ്റ്റ്. അപ്പോൾ അന്നപൂർണ ഫിനാൻസ് യൂണിവേഴ്സൽ ബാങ്ക് റിക്വസ്റ്റ് RBIക്ക് കൊടുത്തിരുന്നു. അവർക്ക് അത് അനുവദിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അന്നപൂർണ ഫിനാൻസിൻ്റെ യൂണിവേഴ്സൽ ബാങ്ക് റിക്വസ്റ്റ് ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.
അപ്പോൾ അവർക്ക് ഫുൾ സർവീസ് ബാങ്കിൻ്റെ ലൈസൻസാണ് ഇപ്പോൾ കൊടുക്കാത്തത്. പക്ഷേ മൈക്രോ ഫിനാൻസ് ലോൺസിൽ എൻഗേജ് ചെയ്തിരുന്ന ഇവർക്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആവാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ എ ഫസ്റ്റ് പീപ്പിൾ ഓഫ് അൻഡമാൻസ് വൾണറബിൾ ഷോംപെൻ ട്രൈബ് വോട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് 7 members of the Shompen tribe, a particularly vulnerable tribal group of Great Nicobar Islands, exercised their voting rights for the lone Lok Sabha seat in the Union Territory. As per the 2011 census, the population of the Shompen was 229. അപ്പോൾ ഷോംപെൻ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്തിരിക്കുകയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7 members ഓഫ് ദ ഷോംപെൻ ട്രൈബ്, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പായ ഈ ഷോംപെൻ ട്രൈബിൻ്റെ 7 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് അവരുടെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ആനന്ദ് ടെക്നോളജീസ് ഫൗണ്ടർ Pavuluri Subba Rao gets Aryabhatta Award for contribution to astronautics. അപ്പോൾ ആനന്ദ് ടെക്നോളജീസിൻ്റെ ഫൗണ്ടറായ പാവുലൂരി സുബ്ബാറാവുവിന് ആര്യഭട്ട അവാർഡ് കിട്ടിയിരിക്കുകയാണ്. കോൺട്രിബ്യൂഷൻ ടു ആസ്ട്രോനോട്ടിക്സിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ 4th largest military spender, overall global spending accelerates. SIPRI റിപ്പോർട്ട്. അപ്പോൾ SIPRIയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 4th largest മിലിറ്ററി സ്പെൻഡർ ആയിരിക്കുകയാണ്. അതായത് മിലിറ്ററി ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിൽ 4th, ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവറോൾ ഗ്ലോബൽ സ്പെൻഡിങ് ആക്സലറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഗ്ലോബൽ സ്പെൻഡിങ്ങും ആക്സലറേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് SIPRI റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ വാസ് ദ 4th largest military spender globally in 2023. At $83.6 billion, the country's military expenditure was 4.2% higher than in 2022. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും 4.2% 2022 കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ടുള്ളത്. Meanwhile, the global military expenditure rose by 7% to $2,443 billion in 2023. അപ്പോൾ ഗ്ലോബൽ എക്സ്പെൻഡിച്ചർ ഇൻ മിലിറ്ററി എക്സ്പെൻഡിച്ചർ 7% വർദ്ധിച്ചിട്ട് $2,443 ബില്യൺ ആയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്റ്റീപ്പസ്റ്റ് ആനുവൽ റൈസ് സിൻസ് 2009 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി സയൻസ് MOU വിത്ത് ഫ്രഞ്ച് സ്റ്റാർബേഴ്സ്റ്റ് എയ്റോസ്പേസ്. അപ്പോൾ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് ഫ്രഞ്ച് സ്റ്റാർബസ്റ്റ് എയ്റോസ്പേസ് ആയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാജസ്ഥാൻ റോയൽസ് യസ്വേന്ദ്ര ചഹാൽ ക്രിയേറ്റ്സ് ഹിസ്റ്ററി, ബിക്കംസ് ഫസ്റ്റ് എവർ ബൗളർ ടു ടേക്ക് 200 IPL വിക്കറ്റ്സ്. അപ്പോൾ രാജസ്ഥാൻ റോയൽസ്, നിങ്ങൾ IPL കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് IPLൻ്റെ ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. IPLലെ ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ അവരുടെ ആ ഒരു ടീമിൻ്റെ പ്ലെയറായ യുസ്വേന്ദ്ര ചഹാൽ, സ്പിന്നറായ യുസ്വേന്ദ്ര ചഹാൽ 200 വിക്കറ്റ് നേടി. IPL നോക്കുകയാണെങ്കിൽ ടോട്ടൽ IPLൽ 200 വിക്കറ്റ്സ് നേടിയിരിക്കുകയാണ്. അത് ഫസ്റ്റ് ബൗളർ ഇൻ ദ ഹിസ്റ്ററി, ഫസ്റ്റ് ബൗളറാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ 200 വിക്കറ്റ് IPL നേടുന്നത്. അത് യുസ്വേന്ദ്ര ചഹാലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 23rd ഏപ്രിലാണ്. 23rd ഏപ്രിലാണ് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ തീം ഫോർ 2024 വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേയുടെ തീമാണ് റീഡ് യുവർ വേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്, ജസ്റ്റ് എ സെക്കൻഡ്, ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 23rd ഏപ്രിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേയും 23rd ഏപ്രിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. അത് വില്യം ഷേക്സ്പിയറിൻ്റെ ബർത്ത് ആൻഡ് ഡെത്ത് ആനിവേഴ്സറി ആണ് ഈ 23rd ഏപ്രിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസ്, അതായത് അതും ഒരു സ്പാനിഷ് ലാംഗ്വേജ് ഡേ ആണ്. UN സ്പാനിഷ് ലാംഗ്വേജ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 23rd ഏപ്രിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പാനിഷ് ലാംഗ്വേജിൻ്റെ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതും 23rd ഏപ്രിലാണ്.
അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.